അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അഭിഷേക് പുറത്തായി. നിങ്ങൾ ടൈറ്റിലും തമ്പനയിലും കണ്ട കാര്യം 100% സത്യമാണ്. ഞാനിപ്പോ എന്താ ഈ പറയണത്? ടോപ്പ് 5 ആയല്ലോ, ഇനി എന്ത് എഡിഷനാണ്, എന്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ടാവും. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. സുഖ എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടിങ്ങിന്റെ ഒരു ഫോർമാറ്റ് പ്രകാരം ഓരോരോ ആൾക്കാരായിട്ട് എവിക്ട് ചെയ്ത് പുറത്താക്കിയിട്ടാണ് രണ്ടുപേര് ലാസ്റ്റ് വരും. അവരെ ലാലേട്ട് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ പോയിട്ട് കൈ പിടിച്ച് പുറത്തോട്ട് കൂട്ടിക്കൊണ്ടുവരും. ആ രീതിയിൽ ആദ്യം പുറത്താവുന്നത് ഋഷിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് പുറത്താവുന്ന ആരാന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊന്ന് പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 3 മണിക്കാണ് നമ്മുടെ ഋഷി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നത്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ 4 മണി ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ഫോർമാറ്റ് ആട്ടോ. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ അഭിഷേകിനും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതും സാധാരണ രീതിയിലല്ല ഇവരെയൊക്കെ എവിക്ട് ചെയ്ത് കളയുന്നത്. ഇവരെ എവിക്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു രീതിയിലാണ്. ചിലപ്പോൾ ബുള്ളറ്റിൽ ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടായിരിക്കും നടക്കാൻ ഇങ്ങനെ. അല്ലെങ്കിൽ ഡാൻസ് ക്രൂ വരാറുണ്ട്, ഡാൻസ് കളിച്ചുകൊണ്ട് ഒരാൾ പിടിച്ചുകൊണ്ട് പോകും. ആ രീതിയിലൊക്കെയാണ് രണ്ടാമത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയി പുറത്തു പോകുന്നത് നമ്മുടെ അഭിഷേക് ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അഭിഷേക് നല്ലൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു. ഈ വൈൽഡ് കാർഡ് അല്ലാണ്ട് ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ടൈറ്റിൽ വിന്നർ ആവാൻ വരെ ഒരു എബിലിറ്റി ഉള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. ഒരിടയ്ക്ക് നല്ല രീതിയിൽ ആക്റ്റീവ് ആണെങ്കിൽ പോലും പിന്നീട് അങ്ങ് സൈലന്റ് ആയി പോയതായിരിക്കും അഭിഷേകിന് അടിപതറിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിൽ തന്നെയാണ് അഭിഷേകിന്റെ കളി പോയിക്കൊണ്ടിരുന്നത്. അഭിഷേക് വരുന്നതിന് മുമ്പ് തന്നെ ജാസ്മിൻ ആയിക്കോട്ടെ, ജിൻഡോ ആയിക്കോട്ടെ, അർജുൻ ആയിക്കോട്ടെ, ഇവരൊക്കെ അവരുടെ സ്ഥാനം നിശ്ചയിച്ചു കഴിഞ്ഞു. ആ രീതിയിലുള്ള ഗെയിം പ്ലേ അവർ കളിച്ചു കഴിഞ്ഞു. അതിനുശേഷം വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ അതിനെ കടത്തി വെറ്റുക എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ ഫസ്റ്റ് പോകുന്ന ആൾക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുക. ഈ വൈൽഡ് കാർഡായിട്ട് വരുന്ന ആൾ ഇതുവരെ ജയിച്ചിട്ടില്ല ബിഗ് ബോസ് ചരിത്രത്തിൽ വെച്ച്. മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ വെച്ച് ഒരു വ്യക്തി പോലും ജയിച്ചിട്ടില്ല. അപ്പൊ ആ ചരിത്രം മാറ്റിക്കുറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന അഭിഷേകും ഇപ്രാവശ്യം തോറ്റു പോവുകയാണ്. എന്തായാലും അഭിഷേകിന് നല്ല രീതിയിലുള്ള ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ അഭിഷേക് രണ്ടാമത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായി പുറത്തു പോയിട്ടുണ്ടോ? അഭിഷേകിന്റെ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അഭിഷേക് ഫാൻസ് ഉണ്ടെങ്കിൽ മറക്കാണ്ട് റെഡ് ആർട്ട് കമന്റ് ചെയ്യാട്ടെ. എത്ര പേര് അഭിഷേക് ഫാൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. അങ്ങനെ അഭിഷേക് രണ്ടാമത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിട്ടോ. അപ്പോ ഈ ന്യൂസൊക്കെ എനിക്ക് കിട്ടുമ്പോൾ തന്നെ അപ്പൊ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ ആ ചാനലിൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക കേട്ടോ.